ബാഹുബലി ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് 10 വർഷമാവുന്നു. ഇപ്പോഴും രാജമൗലി ചിരിച്ചോണ്ടിരിക്കുകയാണ്. വയ്ക്കടാ ഇതിൻ്റെ മേലെ ഒരെണ്ണമെന്നും പറഞ്ഞുകൊണ്ട് പലരും തലകുത്തണം ഇന്ന് ശ്രമിച്ചു. നടക്കല്ല. അതുണ്ടാക്കിയ ബാഹുബലി 2ാം ഭാഗം ഉണ്ടാക്കിയ റെക്കോർഡ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ റെക്കോർഡ് പോലും, കളക്ഷൻ പോലും ഇന്നേ വരെ ഒരു സിനിമയും ഭേദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ പടം ഉണ്ടാക്കിച്ച ബെഞ്ച് മാർക്ക്. പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സിനിമ. അത്രയേറെ നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ പടങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ടാക്കി കൊടുത്ത സിനിമ. ഒരു പടത്തിൻ്റെ ആദ്യ ഭാഗം ഇറക്കിയിട്ട് 2ാം ഭാഗം ഇറക്കി ക്ലിക്കാക്കാമെന്നുള്ള ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത സിനിമ. ഇങ്ങനെ ഒട്ടേറെ ബെഞ്ച് മാർക്ക്, ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ബാഹുബലി 2 ദ കൺക്ലൂഷൻ. അപ്പോൾ ഈ 2 സിനിമകളും റിലീസിനെന്ന് കണ്ട ആളാണ് ഞാൻ. ആദ്യത്തെ പടം എന്തരാണെന്ന് പോലും അറിഞ്ഞൂടാതെ എറണാകുളം സരിതയിലാണ് ആദ്യത്തെ പടം കണ്ടത്. ഫ്രണ്ട് റോയുടെ ഇങ്ങേറ്റൊക്കെ ഇരുന്ന് എന്തര വായും പടത്തിരുന്ന് കണ്ടു തീർത്ത പടം. 2ാമത്തെ സിനിമ ഏരീസ് പ്ലക്സിൽ പ്രീ ബുക്കിംഗ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കിട്ടുമല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് തേഞ്ഞ് അത് തന്നില്ല. സോ ഒരിടത്തും കിട്ടാതെ വന്ന് കളിയിക്കാനുള്ള റിച്ചു തമ്മിച്ചിരുന്നാണ് ബാഹുബലിയുടെ 2ാം ഭാഗം കണ്ടത്. ഞാൻ മലയാളം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ മലയാളം കാണുന്നത്. മലയാളം വെർഷൻ പുതുമയായിരിക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ടതാണ്. ഈ സിനിമ ഇതിൻ്റെ ഇപ്പോൾ പലർക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കും. എൻ്റെതൊരു അൺപോപ്പുലർ ഒപ്പീനിയനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിക്കവാറും യോജിക്കാൻ കഴിയില്ല. പലർക്കും ബാഹുബലിയുടെ ഫസ്റ്റ് സിനിമയാണ് ഏറ്റവും മികച്ചത് 2ാമത്തിനേക്കാളും എന്നുള്ളൊരു അഭിപ്രായമായിരിക്കാം. ശരിയാണ്. ബാഹുബലി ഫസ്റ്റ് പടത്തിൻ്റെ അവസാനത്തെ ആ യുദ്ധരംഗങ്ങൾക്ക് ഒരു ചെക്ക് വയ്ക്കാൻ, അതിന് മേലെ ഒരു സാധനം വയ്ക്കാൻ ഇന്ത്യൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാഹുബലി 2ലും അങ്ങനെയില്ല. ആ ഒരു യുദ്ധരംഗങ്ങൾക്ക് സമാനമായ അതിൻ്റെ മേലെ വയ്ക്കടാന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടില്ല. അതായിരിക്കാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് പടത്തിൽ ഒരുപാട് ഈ തമന്നയുടെ അവിടുത്തെ കുറേ സീക്വൻസ്, പിന്നെ മറ്റേ ദൂതനെ തേടി പോകുന്ന ആ സീനൊക്കെ ഒരല്പം ഡൗൺ ആയിട്ട് വരും. പക്ഷേ സെക്കൻഡ് പടത്തിൽ വന്ന സമയത്ത് ഇതാണ് മഹിഷ്മതി എന്ന് കാണിച്ചിട്ട് ആനയുടെ പ്രതിമ കാണിച്ച് പാസ് ചെയ്യണ ഒരു രംഗമുണ്ട്. അതിന് ശേഷമുള്ള ഓരോ രംഗങ്ങളും എനിക്ക് ഇമോഷണലി അത്രയും ഹൈ ആണ്. ബാക്ക് ടു ബാക്ക് ഹൈ. ഞാൻ അത് എപ്പോൾ കണ്ടാലും എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. അത്രയും ബാക്ക് ടു ബാക്ക് ഇമോഷൻ തന്ന സീനുകളാണ് അത്. പിന്നെ പന വിളയ്ക്കണ കാർട്ടൂൺ പരിപാടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിപ്പോൾ ഫസ്റ്റ് പാർട്ടി നോക്കിയാലും മറ്റേ ഇത്രയും വലിയ പ്രതിമയെ തടഞ്ഞു നിർത്തുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വിടാം. പക്ഷേ 2ാം ഭാഗത്തിൽ ആ ഒരു ഇമോഷണൽ സാധനം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് 2ാമത്തെ ഭാഗമാണ് 1ാമത്തെ ഭാഗത്തിനേക്കാളും പ്രിയങ്കരം. അതിന് എനിക്ക് തോന്നുന്നത് ഈ മേക്കേഴ്സിനും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പുതിയ വർഷം വന്ന സമയത്ത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ കണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 3.25 മണിക്കൂർ പോയതറിയില്ല. അത് നമ്മളൊരു വലിയ സിനിമ പിന്നീട് കാണുമ്പോഴേക്കും നമുക്ക് കുറേ സാധനങ്ങളൊക്കെ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് കാണാനുള്ളൊരു തോന്നൂലേ. ആ ഒരു മനസ്സിലാക്കി അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില വിയോജിപ്പുകളുണ്ട്, ഞാൻ പറയാം. ഇങ്ങനെ വരുമ്പോഴേക്കും ഈ തമന്ന വരുന്ന സീന്, തമന്നെ കണ്ടത് കഥ പറയും പോലെ പറഞ്ഞു 10 സെക്കൻഡ് സീക്കിയത് വേണം. മറ്റേ ആദ്യം വന്നപ്പോൾ തന്നെ തമന്നയ്ക്ക് 2ാം ഭാഗത്തിൽ സ്ക്രീൻ പ്രസൻസ് ഇല്ല, ഒരു ചെറിയ എന്തോ ഒരു നോട്ടം പോലെ കാണിച്ചു പോയി എന്നുള്ള വിമർശനമാണെങ്കിൽ ഇതിൽ തമന്ന തീരെ ഇല്ല. തമന്ന ആയുള്ളത് ദീവരാ പാട്ടിൽ ആ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് തുടക്കം കണ്ട് വന്നപ്പോഴേക്കും എവിടെയാണ് ഇവ കട്ട് ചെയ്യണത്? ഒന്നും കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ പോണ്. മറ്റേ ശിവലിംഗം പാട്ട് ഇതൊക്കെ അങ്ങ് പോണേ. കട്ട് വന്നത് ആദ്യം ഞാൻ ഫീൽ ചെയ്തത് മറ്റേ മാഹിഷ്മതി സാമ്ര ആ പാട്ടില്ലേ, അതൊക്കെ എന്തിനാ കട്ട് ചെയ്തതാണ്? അത് ആ ആൾക്കാർ അനുഭവിക്കുന്ന പീഡനങ്ങളോ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണതില്ല. അത് എന്തിന് കട്ട് ചെയ്തത്? പാട്ടുണ്ട്, കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. അവിടെ എനിക്കൊരു ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മുകിൽ വർണ്ണ മുകുന്ദ പാട്ടില്ല. നമ്മളെന്തായാലും 3.25 മണിക്കൂർ ഇരിക്കണം. കുറച്ച് നേരം കൂടി ആ പാട്ട്, അത് ആ മനുഷ്യൻ കീരവാണി അത്രയും ഒരു ദൈവികമായിട്ടുള്ള സംഗീതം ചെയ്ത് വെച്ചിട്ടില്ലേ, നമുക്ക് അത് അനുഭവിക്കണ്ടേ? എന്തിനാണത് കട്ട് ചെയ്തതാണത്? മറ്റേതൊക്കെ എനിക്ക് ഓക്കെയാണ്. തമന്നെ കാണുന്നത് തമന്നയൊക്കെ പടപടമായി ഇങ്ങനെ സീക്ക് പോലെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, കഥയും പറഞ്ഞ്. ഓക്കെ, ഫൈൻ. പിന്നെ അതുപോലെ മറ്റേ ദൂതൻ അന്വേഷിച്ച് മറ്റേ പാട്ടുണ്ടല്ലോ, നക്ഷത്തിറ തൂറൽ പാട്ടൊന്നും ഇല്ല. ആ സീനൊക്കെ മൊത്തത്തിൽ വേറെ രീതിയിലാണ്. പക്ഷേ കഥയ്ക്ക് ഒരിടത്തും ഒരു കട്ട് വരെയോ കണ്ടിന്യൂ മിസ്റ്റേക്കോ അങ്ങനെ വരാതില്ല. ബ്രില്യൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ CGI കുറേ കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പണ്ട് കണ്ടതാണേ, അതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യത്യാസം അന്ന് നമുക്ക് കാർട്ടൂണായിട്ട് പലയിടത്തും ഫീൽ ചെയ്യെങ്കിൽ ഇപ്പോഴേക്കും മറ്റേ ഫസ്റ്റ് പോത്തിൻ്റെ സംഭവം, കാട്ടുപോത്തിൻ്റെ ഫൈറ്റ്, അവിടെയൊക്കെ പണ്ട് ഭയങ്കര കാർട്ടൂൺ പോലെയാണ് തോന്നിയത്. ഇപ്പോൾ അതില്ല. കുറച്ചുകൂടി CGI ഒക്കെ എൻഹാൻസ് ചെയ്ത് വെച്ചതുപോലെ ഉള്ള ഒരു ഫീൽ വരുന്നുണ്ട് ത്രൂ ഔട്ട് ഈ സിനിമയിലെ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ബാഹുബലി ഫസ്റ്റ് പടം. അതിൽ തന്നെ തുടക്കത്തിലുള്ള ഒരുപാട് സീനുകളൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് മെജോറിറ്റി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തുവാണ്, ആ ഫൈറ്റ് സീൻസും ഹൈ മൊമെൻറ്റ്സും അതെല്ലാം ബാക്ക് ടു ബാക്ക് വരെയാണ് ഇതിൽ. എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇരിക്കും, അടുത്ത സീൻ ഹൈ,
ആൾക്കാരൊക്കെ തൊണ്ട പൊട്ടുമാറ് ആർപ്പ് വിളിക്കും. ഞാനും വിളിച്ചു. വോവ് ഫാക്ടറിൻ്റെ ഒരു കൂമ്പാരം ഇങ്ങനെ വന്ന് അതിൻ്റെ ഗൂസ് ബംസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് എപ്പിക്ക് സാധനം. മറ്റേ ഫസ്റ്റ് പടത്തിൽ ഇൻ്റർവൽ ബ്ലോക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ 45 മിനിറ്റ് കഴിയുമ്പോഴേ തന്നെ ഇത് വരും. പക്ഷേ അപ്പോഴും അപ്പോൾ കണ്ടപ്പോൾ ഉള്ള ഒരു പവർ തീർച്ചയായിട്ടും ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെല്ലായ സമയത്ത്, ഇൻ്റർവെൽ എന്നല്ല എഴുതി കാണിക്കുന്നത്, വേറെ സാധനമാണ്, ഞാൻ പറയില്ല, അത് നിങ്ങൾ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അത് ഒരു അടിപൊളി തോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിലും ഈ പറഞ്ഞ കുറച്ച് സീനുകളൊക്കെ തുടക്കത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതും അന്നത്തെ, പക്ഷേ ആ കോമഡി കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച് കട്ട് ചെയ്ത് കളയുമോ വിചാരിച്ചു. അതൊന്നും എനിക്ക് അപ്പോഴും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പാട്ട് മുകിൽ വർണ്ണ മുകുന്ദ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അത് രസമല്ലേ, അതെന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞേ? പിന്നെ മറ്റേ ഒരേ രാജ ആ സാധനം അതുണ്ട്. അത് ഇട്ടുവരെ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതെടുത്തിട്ട് പിന്നെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ 101% പവറിലുണ്ട്. പക്ഷേ പിന്നെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാഹുബലി വളർന്നു വരുമ്പോൾ ഉള്ള ഊട്ടി വിടുങ്ക മാമ എന്ന് പറയുന്ന സീനുണ്ടല്ലോ, അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിൽ. അതൊക്കെ എന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞത്? ആ പാട്ടിൻ്റെ ക്രോപ്പ് ചെയ്ത് കുറച്ച് കളഞ്ഞ്. പിന്നെ വേറെ ഞാനിപ്പം ആലോചിച്ചു, ഇതിൽ എന്ത് കട്ട് ചെയ്ത് കളയും ഈ സിനിമയിൽ? അതല്ലാതെ വേറെ എങ്ങനെ? അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും 3.25 മണിക്കൂറിൽ ഇവർക്ക് തയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ വിദഗ്ധമായിട്ട് ഇവർ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് സീൻസൊക്കെ അതുപോലെ തന്നെയുണ്ട്. നമുക്ക് വിഷ്വലി ഞാൻ പറഞ്ഞില്ല, നമുക്ക് റെസ്റ്റിൻ്റെ സമയം തരുന്നില്ല. നല്ല 4 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. 3.25 മണിക്കൂറാണെങ്കിൽ പോലും ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 4 മണിക്കൂറിനകത്ത് നമ്മൾ തിയേറ്റർ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റേ മൂട്ട സീറ്റുള്ള തിയേറ്ററിലൊന്നും പോയിരുന്ന് കാണല്, നടുവേദന എടുക്കും. അതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ കണ്ടത് കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല, മടുപ്പ് തോന്നിയില്ല. 3.25 മണിക്കൂർ പോയതും ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഹൈ ആയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അത് എസ്പെഷ്യലി സാബു സിറിൻ്റെ ആർട്ട് വർക്ക്, കീരവാണി സാറിൻ്റെ ദൈവിക സംഗീതം എന്ന് തന്നെ പറയണം. ദൈവിക സംഗീതം എന്ത് രസമാണ് അത്. അതിങ്ങനെ ഡോൾബിയിൽ കേട്ടോണ്ടിരിക്കുക. പ്രഭാസ് എന്തുവാ ഇത്? പ്രഭാസിൻ്റെ ജന്മനിയോഗം തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുക തോന്നിപ്പോവും. പ്രഭാസിൻ്റെ മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, ഓരോ ടെക്നീഷ്യൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അവരുടെ ഒരു ഭാഗ്യമാണ് ഇതുപോലത്തെ ഒരു സിനിമയിൽ ഭാഗമാക്കുക എന്നുള്ളത്. കാരണം അത്രയും വലിയ സിനിമയാണ്. ഇതിനപ്പുറം ഒരു സാധനം തിയേറ്ററിൽ ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത്, ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബാഹുബലി പോലെ ഉണ്ടോ എന്നുള്ള സാധനമാണ്. അല്ലെങ്കിൽ പല സീനുകൾ യുദ്ധരംഗം വരുമ്പം ഇത് ബാഹുബലി കണ്ടതല്ലേ, അവർക്ക് അതിന് മേലെ വയ്ക്കാനുള്ള ഒരു ചലഞ്ച് കൊടുത്ത ഒരു സിനിമയാണ്. അതിപ്പോഴും മാറിയിട്ടില്ല. അത് അതുപോലെ തന്നെ എൻ്റെ ഫ്രഷ്നെസ് നിലനിർത്തിയിട്ടുണ്ട്. ആ സിനിമ നമ്മൾ 2 സിനിമകളും കൂടി ഒറ്റ ഭാഗമായിട്ട് വന്ന് കാണുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണതയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. നല്ല ഒരു നന്ദി ഇവിടെ ഞാൻ പറയണം. ഈ സിനിമ ഇപ്പം നമ്മൾ കുറച്ച് മറന്ന് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും കാണുമ്പം ഞാനിപ്പോൾ മലയാളത്തിൽ കൂടി കണ്ടപ്പോഴേക്കും എനിക്ക് കുറേ ഡയലോഗുകൾ പുതിയതായിട്ട് അത് പക്ഷേ തമിഴിൽ കുറച്ചുകൂടി നല്ല ഫീൽ ചെയ്ത സാധനമാണ്. കട്ടളൈ ഇതാ എൻ കട്ടളൈ എൻ ശാസനം എന്ന് പറയുന്ന പോലത്തെ പവർ മലയാളത്തിലില്ല. എൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ രാജശാസനമാണ്, അതെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഡയലോഗുകൾ എനിക്ക് ക്രിഞ്ച് ഫീൽ ചെയ്തു. മലയാളം ആയതുകൊണ്ടായിരിക്കും. മേ ബി ഞാൻ മുമ്പ് മറ്റേ തമിഴ് കണ്ട് ശീലിച്ച് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളായതുകൊണ്ടായിരിക്കാം. അതിൻ്റെ ഇമോഷണൽ സൈഡ് ഒക്കെ അത് നീറ്റായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. മിസ്സാക്കരുത് 100%. നിങ്ങൾ 3.25 മണിക്കൂറുണ്ട്, പിന്നെ എത്ര പ്രാവശ്യം കണ്ട സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇതുപോലത്തെ പടങ്ങളൊന്നും എനിക്ക് കിട്ടില്ല. റിലീസ് സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന റിലീസ് ബാഹുബലിയാണ്. നിസ്സംശയം പറയാം. ഇതിൽ ഓരോ സീൻസിലും നമുക്ക് ആർപ്പ് വിളിക്കാൻ ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞ ആ ഒരു ഇവർ മഹിഷ്മതിയിൽ തിരിച്ചു വന്നതിന് ശേഷം സ്ത്രീകളുടെ ദേഹത്ത് തൊടുന്നു, എൻ്റെ കൈയല്ല വെട്ടേണ്ടത്, തലയാണ് വെട്ടുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ, കുഞ്ഞ് വരുന്നത്, കുഞ്ഞിൻ്റെ കൈ തൊടുന്നത്, എല്ലാം ഇതൊക്കെ ഹൈ ആണ്. നമ്മളിങ്ങനെ ആർത്ത് വിളിച്ചു പോകും. അതല്ലാതെ മറ്റേ പൊട്ട് കുത്തടി പുഴവ ചുട്ടടി ഡാൻസുള്ള പാട്ടല്ലേ, ഒന്ന് പോയി ഡാൻസ് കളിച്ചേക്കാം, അങ്ങനെ പോയത് സാധനമല്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആവേശമാണ്. ആ ആവേശം തിയേറ്ററിൽ അലയടിച്ച് അത് 3.25 മണിക്കൂർ നമുക്കിങ്ങനെ മനസ്സന്തോഷത്തോടെ ബാക്കിയെല്ലാം മാറ്റി വെച്ച് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കാം. മിസ്സാക്കണ്ട, നേരെ വിട്ടോ ബാഹുബലി ദ എപ്പിക്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്ര ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.